ജെഡിഎസ് അധ്യക്ഷൻ എച്ച്.ഡി. കുമാരസ്വാമി മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ചന്നപട്ടണ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. കെ.പി.സി.സി അധ്യക്ഷൻ ഡി.കെ. ശിവകുമാർ മത്സരിക്കാൻ എത്തിയേക്കുമെന്ന അഭ്യൂഹത്തോടെ ഇതിനോടകം തന്നെ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിൽ എല്ലാം തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ഇരുപക്ഷത്തും സജീവമാണ്. എൻ.ഡി.എ സഖ്യത്തിൽ ജെ.ഡി.എസിന് സീറ്റ് ഉറപ്പാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബി.ജെ.പിയുമായി തർക്കം ഉടലെടുത്തുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അവകാശവാദവുമായി ബി.ജെ.പി എം.എൽ.സി. സി.പി. യോഗേശ്വര കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. താനായിരിക്കും സഖ്യ സ്ഥാനാർത്ഥിയെന്ന യോഗേശ്വരന്റെ അവകാശവാദമാണ് മുന്നണിയിൽ തർക്കമെന്ന സൂചനയിലേക്ക് എത്തി നിൽക്കുന്നത്. ചന്നപട്ടണയിൽ നിന്ന് 5 തവണ എം.എൽ.എ ആയിട്ടുള്ള വ്യക്തിയാണ് യോഗേശ്വര. എന്നാൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും കുമാരസ്വാമിയോട് പരാജയപ്പെട്ടിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുമാരസ്വാമി വിജയിച്ചതോടെ തന്റെ പഴയ മണ്ഡലം സ്വന്തമാക്കാനുള്ള നീക്കം യോഗേശ്വര ശക്തമാക്കുകയായിരുന്നു. ചന്നപട്ടണയിലെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കാൻ കുമാരസ്വാമിയെ താൻ സമീപിച്ചിരുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച യോഗേശ്വര മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച മുതൽ ഇരു പാർട്ടികളിലെയും നേതാക്കളെ കണ്ട് ഞാൻ തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുമെന്നും ബൂത്ത് തിരിച്ചുള്ള ഒരു പ്രോഗ്രാമും ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ടെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് ഇതിനകം തന്നെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മുൻ എം.എൽ.എ പറഞ്ഞു. അഭിനയ രംഗത്തു നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയ യോഗേശ്വര 1999 സ്വതന്ത്രനായിട്ടാണ് ആദ്യമായി എം.എൽ.എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ തുടർച്ചയായി 2 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. ഇടയ്ക്ക് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് മാറുകയും 2011 വീണ്ടും വിജയിക്കുകയും ചെയ്തു. പിന്നീട് ബി.ജെ.പിയും വിട്ട അദ്ദേഹം 2013 സമാജ്വാദി പാർട്ടി ടിക്കറ്റിലും ചന്നപട്ടണയിൽ നിന്നും വീണ്ടും വിജയിച്ചു. വീണ്ടും ബി.ജെ.പിയിലേക്ക് മടങ്ങിയ അദ്ദേഹം 2018 2023 ചന്നപട്ടണയിൽ നിന്നും ജനവിധി തേടിയെങ്കിലും കുമാരസ്വാമിയോട് പരാജയപ്പെടുകയായിരുന്നു. 2020 ജൂലൈയിലാണ് എം.എൽ.സി ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിച്ചെടുക്കാൻ കെ.പി.സി.സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി.കെ. ശിവകുമാർ കഠിന ശ്രമം നടത്തുന്നതിനിടയിലാണ് എൻ.ഡി.എയിൽ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. പാർട്ടിയുടെ വിജയം ഉറപ്പാക്കുന്നതിനായി കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കോൺഗ്രസ് നേതാവ് പലതവണ മണ്ഡലം സന്ദർശിച്ചു. അതേസമയം മുൻപ് ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ശക്തമായ ആവശ്യം ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. കൂടുതൽ സമുദായങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്ന തരത്തിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന് ചന്നാഗിരി എം.എൽ.എ ആവശ്യപ്പെടുകയായിരുന്നു. കൂടുതൽ വിഭാഗങ്ങൾക്ക് ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന് ആവശ്യപ്പെട്ട് 7ഓളം മന്ത്രിമാർ ഹൈക്കമാൻഡിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഡി.കെ. ശിവകുമാറിന്റെ വിഭാഗം രംഗത്ത് വന്നിരുന്നു. ചന്നാഗിരി എം.എൽ.എ ആയ ബസവരാജു ശിവഗംഗയാണ് ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഇതിനു മുൻപ് കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പോൾ 5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ 1.5 വർഷമായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. ഇനി ഭരണം മാറട്ടെ എന്നും ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകട്ടെ എന്നുമായിരുന്നു ചന്നാഗിരി എം.എൽ.എ ആവശ്യപ്പെട്ടത്. കൂടുതൽ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുന്ന തരത്തിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നും ബസവരാജു ശിവഗംഗ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ വൊക്കലിംഗ വിഭാഗത്തിൽപ്പെട്ട ഡി.കെ. ശിവകുമാറിന് മാത്രമല്ല ലിംഗായത്ത് വിഭാഗത്തിൽ നിന്നും ഉപമുഖ്യമന്ത്രി വേണമെന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ചേർന്ന കെ.പി.സി.സി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുമുണ്ട്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടാനായിരുന്നു ആ യോഗത്തിന്റെ തീരുമാനം. ഇതിനിടയിലാണ് കോൺഗ്രസ് എം.എൽ.എ ഡി.കെ. ശിവകുമാർ മന്ത്രിയാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. വൊക്കലിംഗ വിഭാഗത്തിൽപ്പെട്ട ഡി.കെ. ശിവകുമാർ നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ്. എന്തായാലും കർണാടകയിൽ ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യം ശക്തമാണ്. ചന്നാഗിരി എം.എൽ.എ ബസവരാജു ശിവഗംഗ മുഖ്യമന്ത്രി മാറ്റ ആവശ്യവുമായി പരസ്യമായി രംഗത്തെത്തിയതോടെ സിദ്ധരാമയ്യ പക്ഷം ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളും നടത്തിയിരുന്നു.